ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മളിന്ന് ദുബായിലെ സഫാരി പാർക്ക് കാണാനാണ് പോണത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോണത് കേട്ടോ. നമ്മളിവിടെ വരുമ്പോൾ തന്നെ ഫസ്റ്റ് കാണാൻ ജിറാഫ് പോലത്തെ കണ്ടില്ലേ, റൗണ്ട് അബൌട്ട്. അവിടെ നിന്ന് നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളി വിശാലമായ പാർക്കിംഗ് ഉണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് ആദ്യം വണ്ടി പാർക്ക് ചെയ്യുക, എന്നിട്ട് കുറച്ചും ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാലാണ് ഇതിൻ്റെ മെയിൻ ടിക്കറ്റ് എടുക്കുന്ന ഏരിയ വരുന്നത് കേട്ടോ. അപ്പം അങ്ങോട്ട് നേരെ നമ്മൾ പോകണം. ഇപ്പോൾ സാധാരണ വരുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ അധികം ആൾക്കാരുണ്ടാവില്ല എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ നല്ല വന്നപ്പോഴാണ് മനസ്സിലായത് നല്ല തിരക്കുണ്ട് കേട്ടോ. ടിക്കറ്റ് എടുക്കാനൊക്കെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്ത് കയറാൻ പോരുമ്പോഴാണ് അവിടെ നല്ല ചെക്കിങ് ഉണ്ടായിരുന്നു. മറ്റേ ഫ്രൂട്ട്സ് പോലുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും അകത്തേക്ക് അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ബാഗൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിശോധിച്ച് നോക്കിയിട്ടാണ് അവർ അകത്തേക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ആ പരിശോധന കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വന്നു. അപ്പം മൊത്തം ഒരു 119 ഏക്കറിലാണ് നമ്മൾ ഈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നോക്കിയത് മൊത്തം ഒരു മരുഭൂമി പോലെ കിടന്നായിരുന്നൊരു സ്ഥലം ഉണ്ടത്. നോക്കി അത് ഇങ്ങനെ ആക്കി നല്ല മരങ്ങളും അടിപൊളിയാക്കി മാറ്റി, ഒരു പച്ചപ്പാക്കി മാറ്റി. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നും. ഇതിനപ്പോൾ 2-3 സോണുകളാക്കി തിരിച്ചിട്ടാ. ഫസ്റ്റ് തന്നെ നമ്മൾ ചെല്ലുന്നത് ആഫ്രിക്കൻ സോണിലേക്കാണ്. അതിവിടെയാണ് ഫസ്റ്റായിട്ട് നമ്മൾ കയറി വരുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ തന്നെ ഇതേപോലെ ഒരു ആഫ്രിക്കൻസിൻ്റെ അവരെ പാരമ്പര്യമൊക്കെ കാണിക്കുന്ന ഓരോ ഡാൻസുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നേരം കുറച്ച് നേരം നോക്കി നിന്നു. സാധാരണ ഇത് ഉച്ചയ്ക്ക് 2 മണിക്കാണ് കേട്ടോ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവുക. ഈ ഡാൻസും കാര്യങ്ങളൊക്കെ 2 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് കിഡ്സിൻ്റെ ഏരിയയിൽ ഉണ്ടാവും. അപ്പോൾ അത് നേരെ കുറേ നേരം ഇങ്ങനെ നോക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ പോകാൻ പോകുന്നത് മറ്റേ അൽവാദിരെ ഫ്ലെമിംഗോയുടെ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിലേക്ക് പോയി അവിടെ നിറച്ച് ഫ്ലെമിംഗോള് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി നമുക്ക് ഈ ഫ്ലെമിംഗോസിന് വേണമെങ്കിൽ തീറ്റ കൊടുക്കാനുള്ള ഒരു പ്രത്യേക ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഫീഡ് ചെയ്യാനൊക്കെ ഉള്ള അനുവാദം കിട്ടും. ഇനി നമ്മൾ പോണത് ഏഷ്യൻ വില്ലേജിലേക്കാണ് കേട്ടോ. ഏഷ്യൻ വില്ലേജ് എന്ന് പറയുന്നില്ല. ഇവിടെ നമ്മൊരു കരടീനെ കാണാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. പക്ഷെ കരടി ഇങ്ങനെ പുറത്തേക്ക് വരുന്നില്ല. കുറേ നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം മൂപ്പര് പതുക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. പുള്ളി എന്തൊരു പോപ്കോണോ എന്താ പോലത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, ഫുഡ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരത്തെ മുന്നേ വന്നിട്ട് ഒരാൾ വന്നിട്ട് 2-3 ആപ്പിളോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ട് പോയായിരുന്നു. അപ്പോൾ ഒരു ഫുഡ് അടിക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഞങ്ങൾ അടുത്ത സോണിക്ക് പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു സോണിൽ നിന്ന് മറ്റൊരു സോണിക്ക് പോകണമെങ്കിൽ ഇതേപോലത്തെ ബസ്സുകളുണ്ടാവും. അതൊക്കെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ അതിൽ കയറിയിട്ട് പോയാൽ മതി. അല്ലാണ്ട് ഇത് വലിയ പാർക്കായതുകൊണ്ട് നടന്നു പോകുമ്പോൾ നമ്മൾ കുറേ ടയേർഡാവും. അപ്പോൾ ഒരു സോണിൽ നിന്ന് അടുത്ത ടൗണിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതേപോലെ ബസ്സിൽ കയറിയിട്ട് ഈ പാർക്കിലത്തെ മെയിൻ ഒരു സംഭവം എക്സ്പ്ലോർ വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ബസ് ഒരു നമ്മളെ ഗ്രില്ലൊക്കെ അടിച്ചിട്ടുള്ള ബസ്സില്ലേ, അതിൽ കയറിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മൾ അടച്ചിട്ട കൂട്ടിലായിരിക്കും. പുറത്ത് നമുക്ക് ഇതേപോലെ മൃഗങ്ങൾ ഇങ്ങനെ പുലിയും സിംഹവും ഒക്കെ നടക്കണ കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ എക്സ്പ്ലോർ വില്ലേജ് എന്ന് പറഞ്ഞിട്ട്. അതിലെന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കയറാൻ മറക്കരുതിട്ടായിരുന്നു. അതൊരു 1.5 മണിക്കൂറത്തെ സംഭവമാണ്. അതിൽ കയറി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ബസ്സിലിരുന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഉള്ളിൽ ഇങ്ങനെ പോകാൻ പറ്റും. കുറേ ഹിപ്പോപ്പൊട്ടാമസും സിംഹം പുലി അവക ഐറ്റംസൊക്കെ അതിൻ്റെ അകത്തുണ്ടാവും. കണ്ടില്ലേ ബസ് വരുന്നുണ്ടല്ലേ, അതേപോലെ നമുക്ക് ബസ്സിനകത്ത് ഇരിക്കുക. അതിന് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം പറയണം കേട്ടോ, എന്നാലേ നമുക്ക് ആ ബസ്സിൽ പോകാനുള്ള ഇത് കിട്ടുള്ളൂ. നോർമൽ ടിക്കറ്റിന് അതില്ല.